അങ്ങനെ അവസാനം അത് സംഭവിച്ചു. വേറൊന്നുമല്ല കേട്ടോ, പാക്കൂസിന് വന്ന പനി എനിക്കൂടെ പിടിപെട്ടെ. അയ്യോ ഒട്ടും വയ്യ കേട്ടോ, നല്ല ഭയങ്കര തണുപ്പോ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയാണ്. ആവിയെല്ലാം പിടിച്ചു കഴിഞ്ഞ് ഞാൻ പോയൊന്ന് മേലെ കഴുകി കേട്ടോ. മേലെ കഴുകിയിട്ട് വന്നപ്പോഴത്തേക്ക് ഇതാ ഇന്ന് മീൻ കിട്ടി കേട്ടോ. ഞായറാഴ്ചയല്ലേ ഇവിടെ മീൻ കിട്ടത്തുള്ളൂ, പനിയൊക്കെ പിന്നെ വരും പോകും അങ്ങനെ ഇരിക്കും. എന്തായാലും ഞായറാഴ്ച ഒരു ദിവസം മീൻ കിട്ടുന്നതുകൊണ്ട് ശരി ഞാനങ്ങ് മീൻ വാങ്ങിച്ച്, ഞാനല്ല ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു തമിഴ് കൊച്ചാണ്, ആ കൊച്ചു പോയി മീൻ വാങ്ങി എനിക്കൂടെ കൊടുത്തന്ന്. ഇപ്പോഴത്തെ പനി കാര്യമാക്കണ്ട, അത് പെട്ടെന്ന് അങ്ങ് വെട്ടി കറി വെച്ച് വെക്കെങ്കിൽ 2 ദിവസം എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അയില മീനായിരുന്നു കേട്ടോ. അയിലയുടെ തല അളിയനും കൊടുക്കാവുന്നല്ലേ, പക്ഷേ ഇവിടെ തല ആരും കൂട്ടാത്തോണ്ട് ഞാൻ ആ തല അങ്ങ് വെട്ടിക്കളയുന്നതാണ്. അപ്പം അത് പെട്ടെന്ന് തന്നെ ഞാനാണ് അയിലയെല്ലാം കൂടുതൽ അങ്ങ് വറക്കാനാണ് എടുക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, കറി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാനായിരുന്നില്ല, എനിക്ക് ചാറ് മാത്രം ഇഷ്ടമായതുകൊണ്ട് എന്തായാലും ഞാൻ കറി വെക്കും, കാരണം ചാറ് കഴിക്കാമല്ലോ. പിന്നെ ഞാൻ കഷ്ണമെല്ലാം എടുത്ത് ഞാൻ പെട്ടെന്ന് അങ്ങ് വരഞ്ഞ് വെക്കുവാണ്. അത് വറുത്ത് വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം എടുക്കാമല്ലോ. അങ്ങനെ അയിലയെല്ലാം വെട്ടി പെട്ടെന്ന് തന്നെ കറി വെക്കുവാണ്. ഞാൻ കറി വെക്കുന്നത് എപ്പോഴും ഞാൻ കാണിക്കുന്നുണ്ടാണ്, ഇപ്പം ഞാൻ വീഡിയോ എടുക്കാതെ ഞാൻ കുറച്ച് കഷ്ണം എടുത്തിട്ട് കറിയും കൂടെ വെക്കുന്നുണ്ടായിരുന്നേ. ഇവിടെ സാധാരണ മീൻ വെട്ടിയാണ് കിട്ടുന്നത്. ഞാൻ വെട്ടി വാങ്ങിക്കാൻ തന്നെ മെയിൻ ഉദ്ദേശം എന്താ, ഈ പരുന്നിൽ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയാണ്. അത് തോരനൂടെ വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ മുഴുവൻ മീനും എടുത്ത് അങ്ങ് വറക്കുവാണ്. ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കത്തില്ല കേട്ടോ, എനിക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വറുത്തിട്ട് പിന്നെ കഴിക്കുന്ന ഇഷ്ടമല്ല, അങ്ങനെ വറുത്താണ് വെക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനങ്ങ് ബീട്രൂട്ടൂടെ തോരൻ വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ മീൻ തന്നായിട്ട് കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ലേ, എന്തെങ്കിലും ഒരു പച്ചക്കറി കറിയും കൂടെ വേണമേ. പിന്നെ തേങ്ങയ്ക്ക് ഭയങ്കര ക്ഷാമമായിട്ട് കുറച്ച് തേങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ തേങ്ങയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് സവാള ഉള്ളി ഇല്ലേ അതും കൂടി ഇട്ടിട്ട് അങ്ങനെ ഞരടി അങ്ങനെയാണ് വെക്കുന്നത്. മിക്സിക്കകത്തിൽ അരയ്ക്കാനുള്ള തേങ്ങ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ തേങ്ങ ഇങ്ങനെ മിക്സിക്കകത്തിൽ അരച്ചിട്ട് തോരൻ വെക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. തേങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴാണല്ലോ ഒരു ടേസ്റ്റും കൂടെ വരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പരഞ്ഞിലില്ലേ അതും കൂടെ ഞാനങ്ങ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ കറിയെല്ലാം വെന്ത് വന്നപ്പോഴത്തേക്ക് ഒരു മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ചോറ് എടുത്ത് കഴിച്ച്, ചോറ് കഴിച്ചിട്ട് ഗുളിയും കൂടെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണമെന്നുള്ള പ്ലാനിലൊക്കെയാണ് ഞാൻ ചോറ് കഴിച്ചത്. ഉറങ്ങി കഴിയുമ്പോൾ പനി കുറച്ച് കുറയുമല്ലോ. അന്നേരം ഇത്രയൊക്കെ ഉള്ളായിരുന്നു എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ടാറ്റാ.